ഈട്ടേട്ടെന്ന് വെച്ചാൽ എല്ലാ പരിപാടിക്കും മൂപ്പര് രംഗത്തുണ്ടാവും. ഒന്നിനും ഒഴിവില്ല. ഏതിനിപ്പോൾ അവിടെ നിന്നൊരു ജാഥ വരണെച്ചാൽ മൂപ്പരായിരിക്കും രംഗത്ത്. അനവധി സ്ത്രീകളെയും പങ്കെടുപ്പിക്കാൻ മൂപ്പർക്ക് കഴിയുള്ളൂ. എല്ലാവരും കൊണ്ടുവരും. അപ്പൊ ഈ കുട്ടിയായിട്ടുണ്ടെങ്കിൽ അത് വളരെ വൃത്തിയായി. അവൻ ഗുണ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരാൾക്ക് ഇത്തിരി ഇതായാലും അവൻ ഗുണം തന്നെ ചെയ്തടക്കണേ. പയ്യുകാർക്കൊക്കെ നല്ല ഗുണ ചെയ്തടക്കണേ. അവൻ വന്നപ്പോഴാണ് ആ പയ്യുകാർക്കൊക്കെ കാശ് കൂലി കൂട്ടി നന്നായി പണിക്കാർക്ക് കൊടുക്കലും ഒക്കെ ഉണ്ടായാണ്. അവൻ ദോഷമൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് കൂലി കൂടി. അതിപ്പോ ഉമ്മയുടെ മാതിരി എല്ലാവർക്കും കൂലി കൂട്ടിയുണ്ട്. നമ്മൾ മാത്രമല്ല. അതിപ്പോ അവൻ അതിൽ ചേർന്നപ്പോ അതിൽ കൂടുന്നവർക്കൊക്കെ അതുമാതിരി തന്നെയല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയമവിധേയമായതിനു ശേഷമാണ് സഖാവ് ഈയകുട്ടി പ്രസ്ഥാനത്തിൽ എത്തുന്നത്. അതിനുശേഷം നടന്ന എല്ലാ സമരങ്ങളിലും അദ്ദേഹം മുന്നണി പോരാളിയായി. 70കളിലെ കുടികിടപ്പ് സമരത്തിലും മിച്ചഭൂമി സമരത്തിലും നേതൃത്വപരമായ പങ്കുണ്ടായിരുന്ന സഖാവ് ഈയകുട്ടി ശാരീരികമായും പ്രചരണപരമായും ആക്രമിക്കപ്പെട്ടു. മർദ്ദനവും ജയിൽവാസവും പ്രാദേശിക പ്രമാണിമാരുടെയും സഭാവിശ്വാസികളുടെയും നേരിട്ടുള്ള എതിർപ്പും ഈ കമ്മ്യൂണിസ്റ്റിന്റെ വർഗവീര്യത്തെ ഉലയിൽ കാച്ചിയ കാരിരുമ്പ് പോലെ സുദൃഢമാക്കുകയായിരുന്നു. പോലീസ് മർദ്ദനം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. അത് എന്ത് സമരത്തിന് വേണ്ടിയിട്ടാണ്? ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടായില്ല. അത് ഈ മിച്ചഭൂമി സമരത്തിന് ഞങ്ങൾ ഗ്ലാലൂർ പോയി. ആ ഗ്ലാലൂർ പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു പോലീസ്. അവരെല്ലാവരും അടിച്ചോളൂ. ഞങ്ങൾ മറ്റുള്ള ഇവിടെ കഞ്ചേരി കൊണ്ടുവന്നു. ഞങ്ങളെ ശിക്ഷിച്ചു. ഞങ്ങൾ ജയിലിൽ പോയി. എത്ര ദിവസം ഉണ്ടായി? 21 ദിവസം. ഈ 21 ദിവസം മാത്രമാണോ ജയിൽവാസം ഉണ്ടായത്? പിന്നെ 2 ദിവസം. അതെന്ത്? അത് പിന്നെ ഈ കൂത്തുപറമ്പിൽ ഇവരെ വെടിവെച്ച് വന്നില്ലേ, അതിന് പ്രതിഷേധമായി കുന്നംകുളത്ത് പ്രകടനം നടത്തി. വിദ്യാർത്ഥികളുടെ പ്രകടനമെല്ലാം കൂടി ഞാൻ ആ പ്രകടനം കഴിഞ്ഞ് ഞാനധികം നടന്നു വരിക. അപ്പം കുന്നംകുളത്ത് ഒരു പെട്ടിക്കടയുടെ ചായ ഒക്കെ ഉണ്ട്. അപ്പം അതിൽ നടന്നു വരുമ്പോൾ പിന്നെ എസ്ഐ പറഞ്ഞു, എസ്ഐയോട് പറഞ്ഞു പോലീസുകാർ ഇരിക്കുന്നു. അപ്പം ഞാൻ ഒരു പരിപ്പടി ചായ കുടിച്ച് 10 നോട്ടണ്ട് കൊടുത്തു, ബാക്കി മേടിച്ചില്ല. അപ്പം നാരായണത്തി പറഞ്ഞോട് സ്ത്രീയാണ്, ചേട്ടാ പോലീസ് വരുന്നു പറഞ്ഞു. വന്നോട്ടേ പറഞ്ഞു. നമ്മളിത് വേറെ ആയതൊന്നുമില്ല. അങ്ങനെ വരിലും ഈ പോലീസുകാരൻ പറഞ്ഞു എസ് ഐ പറഞ്ഞു, എസ് ഐനെ അറിയും, അയാളെ കൊണ്ടുപോടോ പറഞ്ഞു. തല്ലയിൽ തെറ്റാന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടു. അയാൾ കൊണ്ടുപോടോ തല്ലയിൽ തെറ്റാന്ന് പറഞ്ഞു. തല്ലിയൊന്നുമില്ല, അവരുടെ മർക്കവൃഷ്ടികളൊക്കെ ഞാൻ ചോദിച്ചു പറഞ്ഞു. പിന്നെ CI എന്നിട്ടാണ് എന്നോട് ചോദ്യങ്ങളുണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മാരകായുധങ്ങളായിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു പൈശാചികമായിട്ടുള്ള വെടിവെപ്പിൽ പ്രതിഷേധിച്ച് എൻ്റെ പങ്ക് ഞാൻ വഹിക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാതിരിക്കുമ്പോഴാണ് എന്നെ വന്നിട്ട് അറസ്റ്റ് ചെയ്തത്. ഞാൻ അതിൽ വലിയ കുറ്റക്കാരനൊന്നുമില്ല. വേറൊരു വഴക്കിനോ വക്കാനത്തിനൊന്നിനും പോണ ആളല്ലല്ലോ. അത് കാരണം ഞങ്ങളുടെ അപ്പച്ചനെ ഇഷ്ടമായിരുന്നു. അതിന് ഉറക്കം വളരെ കുറവാ. എപ്പോൾ എഴുന്നേറ്റിട്ട് നോക്കിയാലും ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ടാവും. പേപ്പർ വായിക്കുക, വല്ല പുസ്തകങ്ങൾ കണ്ട പുസ്തകങ്ങളൊക്കെ മേടിച്ചിട്ട് വരും. അതൊക്കെ കൊണ്ടുവന്ന അതിലത്തെ നല്ലത് നോക്കിയിട്ടൊക്കെ രാത്രി കിടന്ന് വായന തന്നെ അധികം. EMS ആയിരുന്നു സഖാവ് ഈയകുട്ടിയുടെ ഇഷ്ടനേതാവ്. തൃശൂരിൽ നടന്ന കർഷക തൊഴിലാളി സമ്മേളനത്തിനിടയിൽ EMSനെയും AKGയെയും അടുത്തുകണ്ടതും സംസാരിച്ചതും പരിചരിച്ചതും ഇദ്ദേഹം ആവേശത്തോടെ ഓർക്കുന്നു. 2 തവണ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ഈയകുട്ടി കൂനംമൂച്ചി സഹകരണ ബാങ്കിന്റെ ഡയറക്ടറുമായി. തനിക്കു ശേഷം ഭാര്യ ബേബിയും തൽസ്ഥാനത്തെത്തി. സംഘടനാ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായി എങ്കിലും ജനങ്ങൾക്കിടയിൽ 20ാം വയസ്സിന്റെ ഉന്മേഷത്തോടെ സഖാവ് ഈയകുട്ടിയേട്ടൻ കർമ്മനിരതനാവുന്നു.
പാട്ടമളക്കണ നേരത്ത് തമ്പ്രാൻ കാണാതെ പോയത് കുടിയാന്റെ നെഞ്ചിലെ വേർപ്പും വേദനയാ. കുടിയാന്റെ അല്ല, കുടിയാന്റെയാണെന്ന് തിരുത്തി പറയണം ബാബു. സഖാവ് ഇലക്ഷൻ നിന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഏത്? ഞാൻ ആദ്യം നിന്നത് സൊസൈറ്റിയിലാണ്. സൊസൈറ്റിയിൽ നിന്ന് ഞാൻ 150 വോട്ടിന് ജയിച്ചു. പിന്നത്തെ പ്രാവശ്യം നിന്നു, അപ്പൊ 300ന്റെ മേലെ വോട്ടിന് ജയിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് എന്റെ ഭാര്യ നിന്നിട്ട് അവര് 910 വോട്ടിൽ ചേർത്ത്. അപ്പൊ എന്റെ ഭാര്യ അപ്പൊ ഈ കൂനമുറ്റി സൊസൈറ്റിയില് പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമായിട്ട് നിന്നതാണ്. നായനാര മന്ത്രിസഭയിലുള്ളപ്പോ 1980. അപ്പൊ ഈ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഗ്രാമത്തിൽ ലൈറ്റൊക്കെ വെച്ചാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തു. അപ്പൊ ജനങ്ങളിൽ അതൊരു ഉൾക്കൊണ്ടു. അത് കിട്ടിയാൽ നടക്കണമല്ലോ നമുക്ക് ലൈറ്റ് കിട്ടാൻ എന്നുള്ള ആ സന്തോഷം. ഈ കനാനാര്, IMS, AKG ഇവരൊക്കെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? 1954 ഒന്നാം കർഷക സമ്മേളനം ഈ കൺവെൻഷൻ നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ഞാൻ ജാതി ഏറ്റുകൊണ്ട് പോയി പിന്നെ നിൽക്കുമ്പോൾ വേറെ സഖാവ് പറഞ്ഞു അതൊന്ന് സംസാരിക്കണു EMSഉം AKGയും പറഞ്ഞു. ഈ ജനമണി പൊക്കെ കാണാൻ അത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. അവരെ സംസാരം കേൾക്കാനും അവരെ കണ്ണു നിറയെ കാണാനും സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ എനിക്കന്ന് 22 വയസ്സായി, 25 വയസ്സാകും. അപ്പൊ ഞാൻ ചെന്നു. ഞാൻ ചെന്നിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പൊ AKG ചോദിച്ചു, സഖാവേ സോഡ കിട്ടുമോ? കിട്ടുന്നു. 2 സോഡ കുടിച്ചു പറഞ്ഞപ്പോ ഞാൻ ടൗൺ ഹാളിന്റെ പടിക്ക് അന്ന് ഈ മറ്റേ സോഡയാ ഈ പുട്ടും ഒന്നും പൊട്ടില്ല ഉറക്കെ ശബ്ദിക്കണം അപ്പൊ പറയുന്നത് 2 സോഡ വേണം, താൻ്റെ കൂടെ പോരരുത്, ഞാൻ പൊട്ടിച്ചു കൊടുത്തുണ്ട്, തന്റെ പൊട്ടിക്കുന്നത് തരുമെന്ന് പറഞ്ഞു. അത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഒരു സോഡയ്ക്ക് 2 മുക്കാലാ, 2 മുക്കാല് 3 പൈസ. അപ്പൊ അയാള് 2 സോഡ തന്നു, പൊടിക്കാണ്ട് തന്നു. ഞാൻ അയാളെ പൊട്ടിങ്ങനെ ഒന്ന് കട്ടിച്ചും വെച്ചു, ഒന്ന് കയ്യിലും വെച്ചു. ഞാൻ ചെന്നു. അപ്പൊ ഞാൻ AKG അരിച്ചു നിന്നു. അവരുണ്ടാവും ലോകകാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നു. എനിക്കിപ്പോ അതിനൊന്നും അറിയില്ല, നമ്മൾക്കും അറിയില്ല. അവരെ കാണാനുള്ള എൻ്റെ ആവശ്യം, എനിക്ക് ആഗ്രഹം. അപ്പൊ AKG പറഞ്ഞു സോഡ പൊട്ടിക്കോ. സോഡ പൊട്ടിച്ചു. അപ്പൊ പൊട്ടിച്ച് ഞാൻ AKG കൊടുത്തപ്പോ AKG അത് പിടിച്ചുകൊണ്ട് പിന്നെയും വർത്താനാ. അതിന്റെ ഗ്യാസൊക്കെ പോയി. അങ്ങനെ EMS കൊടുത്തു. അപ്പൊ EMS കുടിച്ചു. EMS പിന്നെയൊക്കെ കയ്യിൽ വെച്ചിട്ട് പിന്നെയും വർത്താനം. നമ്മുടെ നേതാക്കളിലെ സഖാവിന് ഏറ്റവും താല്പര്യം തോന്നിയിട്ടുള്ളൊരു നേതാവ് ആരാ? EMSനോട്. EMSന്റെ ജീവചരിത്രം വായിക്കുമ്പോ ഇത് ഒരു ഇല്ലത്ത് ജനിച്ച നമ്പൂരിയാണോ മറ്റേ മനുഷ്യനാണോ എന്ന് കൂടി ചോദിക്കും. EMSന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അത് അടക്കം വിട്ടിട്ട് സത്യസന്ധതയാണെന്നുള്ളത് അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ ഉത്ഥാന പതനങ്ങൾ വിശ്വാസനഷ്ടങ്ങളുടെ ഒരു മഞ്ഞുവീഴ്ചക്കാലത്തിന് പ്രേരകമായി. എങ്കിലും സഖാവ് ഈ കുട്ടിയുടെ മനസ്സിൽ ഇടർച്ചകൾ ഉണ്ടാക്കാൻ അത് പര്യാപ്തമായിട്ടില്ല. ചരിത്ര പരിണതികളുടെ എത്രയെത്ര സന്ധികളിലൂടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കടന്നുപോകുന്നത്. തങ്ങൾ അനുഭവിച്ചതും അറിഞ്ഞതുമായ പഴങ്കാലത്തിന്റെ ദയാരാഹിത്യത്തിൽ നിന്ന് ലോകം എത്ര മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പുതിയ തലമുറയ്ക്ക് അറിയില്ല. തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജീവിതവ്യമായ ഈ പുതുലോകത്തെ നിർമ്മിച്ചെടുത്തത്. ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്കാണ് സഖാവ് ഈ കുട്ടിയുടെ ഓരോ പ്രഭാതവും ഉണരുന്നത്. പത്മപാദന്റേതുപോലെ ഈ വിശ്വാസിയുടെ വഴികളൊക്കെ ചുവന്നേ പോകുന്നു. എനിക്കിനി സാധിക്കുന്നത് പാർട്ടി ചെയ്യാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സാധിക്കുന്നത് ചെയ്യുക, പാർട്ടി പറയുന്നത് അനുസരിക്കുക, സാധിക്കുന്നത് എന്റെ അറിയത്തിനനുസരിച്ച് സാധിക്കുന്നത് ഞാൻ ചെയ്യും. അതിന്റെ ഒരു വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ എനിക്ക് സാധിക്കുള്ള വാൾ പോസ്റ്റ് ഒട്ടിക്കും. രക്തസാക്ഷികൾ
കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി, എന്നാൽ നമ്മെപ്പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെപ്പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.